1994 കേരള മുഖ്യമന്ത്രി കെ കരുണാകരനും കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയും സംയുക്തമായി സ്ഥാപിച്ച തറക്കലിൻ്റെ സമീപ പ്രദേശങ്ങളും പെരിക്കലൂർ ബൈരംകുപ്പ പാലം പണിയാൻ ഉദ്ദേശിക്കുന്ന പെരിക്കലൂർ കടവിലും സുൽത്താൻ ബത്തേരി തഹസിൽദാർ, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും PWD ഉദ്യോഗസ്ഥരും പെരിക്കലൂർ നിവാസികളും സ്ഥലം സന്ദർശിച്ചു. കൽപ്പറ്റ NH എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൻ ലക്ഷ്മണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് KC, റോഡ് സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ്റി സൈമൺ, തഹസിൽദാർ പ്രശാന്ത് B, പെരിക്കലൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ കുന്നപ്പള്ളിയിൽ, പുൽപ്പള്ളി വില്ലേജ് ഓഫീസർ സീന വർഗീസ്, മുള്ളൻകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സാബു, വൈസ് പ്രസിഡന്റ് ഷിനു കച്ചറയിൽ, സെക്രട്ടറി അശ്വിൻ K, ജില്ലാ ഡിവിഷൻ മെമ്പർ ഗിരിജ കൃഷ്ണൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ രഘു OR, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുനീർ ആച്ചിക്കുളത്ത്, മിനി ജെയിംസ്, ഷൈനി സണ്ണി, വാർഡ് മെമ്പർ സുജാത രാജു, മറ്റ് വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ സംഘടനാ ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നിലവിലുള്ള നമ്മുടെ വെള്ളം വരാൻ സാധ്യതയുള്ള ഏറ്റവും മാക്സിമം ഫ്ലഡ് ലെവൽ എടുത്തിട്ട് ആ ഫ്ലഡ് ലെവലിൻ്റെ മുകളിലേക്ക് ബീം വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നിലവിലുള്ള ഇപ്പോഴത്തെ റോഡിൽ നിന്ന് എന്തായാലും ഒരു 4-5 മീറ്റർ ഉയരത്തിലായിരിക്കും പാലത്തിൻ്റെ പുതിയ വരുന്ന റോഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് അതിനനുസരിച്ച് നീളത്തിൽ അങ്ങോട്ട് ചെരിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു 300 മീറ്ററെങ്കിലും മിനിമം നീളം ഉണ്ടായാലേ ഒരു ആവശ്യമായ ചെരിവിൽ ആ റോഡ് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ വീതിയിൽ സ്ഥലവും കൂടെ വേണം. സൈഡിലുള്ള കെട്ടും ഇതെല്ലാം കെട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടെ കണ്ടിട്ട് റോഡിൻ്റെ വീതിക്ക് പുറമെയാണ് 2 സൈഡും കെട്ടിൻ്റെ വീതിയും കൂടെ വേണ്ടത്. അപ്പം മിനിമം ഒരു 30 മീറ്റർ വീതി ഉണ്ടെങ്കിലേ 2 ലൈൻ റോഡ് നമുക്കിവിടെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതും 300 മീറ്റർ നീളത്തിൽ മിനിമം കിട്ടണമെന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ നാട്ടിലെ ജനം ആഗ്രഹിച്ച തറക്കല്ലിട്ട്, അതായത് നമ്മുടെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കെ കരുണാകരൻ്റെ കാലത്ത് തറക്കല്ലിട്ടിട്ട് പോയിട്ടുള്ള ഈ പാലത്തിന് വീണ്ടും ഒന്നും കൂടെ അതിനെ ഒന്ന് പൊടി തട്ടി അതൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട തഹസിൽദാർ ഇവിടെ എത്തിയിട്ടുണ്ട്, നാഷണൽ ഹൈവേയുടെ AXC ഉണ്ട്, ഇവിടെ PWDയുടെ എഞ്ചിനീയറുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഇവിടെ ഭരണകർത്താക്കളായിട്ടുള്ള എല്ലാ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ അറിയാൻ സാധിച്ചത് ഇവിടെ 9 മീറ്ററാണ് റോഡ് നിലവിലുള്ളത്. അത് 30 മീറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലാൻഡ് അക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെ അക്വയർ ചെയ്യണമെന്നൊക്കെ ഉള്ളത് അവരതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ്, അതായത് പാലത്തിൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ലാൻഡ് അക്വയർ ചെയ്യണമെന്നാണ് ഇവിടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതൊക്കെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെ സ്പീഡായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നിന്നും ഭരണസമിതി അംഗങ്ങളുടെ തലത്തിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാവരും ഒരുപോലെ സഹകരിച്ചുകൊണ്ട് എങ്ങനെയായാലും ഈ നാട്ടിലെ ജനത്തിന് ഒരു ഏക അഭിപ്രായം മാത്രമേ ഉള്ളൂ, ഇവിടെ ഈ വൈരക്കുപ്പയിൽ ഈ പാലം കർണാടകവും കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പാലം എത്രയും വേഗം ഇവിടെ വരണം എന്നുള്ളതാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഇപ്പോൾ. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പാലത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് ഒരുപാട് പേര് ഈ നാട്ടിലെ ഒരുപാട് ജനപ്രതിനിധികൾ, ഒപ്പം ജോർജ് കപ്പാലയിലച്ഛൻ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സുഖബാധിതനായിട്ട് അച്ഛൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനായിട്ട് അച്ഛൻ കോട്ടയത്താണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ ഇവിടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുനീർ സാറുമായിട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ പാലത്തിൻ്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിച്ചപ്പോൾ സാറ് തന്നെ പറഞ്ഞു, അച്ഛാ രോഗമെല്ലാം ഓക്കെ ആയിട്ട് തിരിച്ചു വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്, രണ്ടാമത്തെ കണ്ണിൻ്റെ നാളെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ചിലപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് അച്ഛൻ ഇന്ന് രാവിലെ ഇവിടെ വരേണ്ടതാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാം. ഈ സ്ഥലത്തിൻ്റെ പുരോഗതിയും എല്ലാം ഇതേ സംബന്ധിച്ചാണ് ഇരിക്കുക എന്ന് നമുക്കറിയാമല്ലോ. അപ്പം നമ്മുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും ഒത്തൊരുമയും ഇനിയും കൂടുതലായി ഉണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ പ്രോഗ്രാം വിജയപ്രദമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തൊരുമിച്ച് നിൽക്കുകയും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ 33 വർഷമായി മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാളി പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഒരു സ്വപ്നത്തിനാണ് ഇന്ന് ഒരു തുടക്കം കുറിക്കാൻ പോകുന്നതെന്ന് ഈ അഭിമുഖം കൊണ്ടും ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം കൊണ്ടുമൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് 33 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കപ്പുകാലായിൽ അച്ഛൻ തുടങ്ങി വെച്ച ആ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അന്ന് മുതൽ മന്ത്രിമാർക്കും
മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ നിവേദനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ആ നല്ല മനസ്സുകൊണ്ടും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ സാറിൻ്റെയൊക്കെ നല്ല മനസ്സുകൊണ്ട് ഈ പാലം നടപ്പിലാകാൻ പോകുന്നുള്ള സന്തോഷ വാർത്ത ജനങ്ങളിൽ ഒരുപാട് സന്തോഷമുളവാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഇതിൻ്റെ പണി നടക്കട്ടെ എന്ന് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. പെരിക്കല്ലൂരിലെ ഞങ്ങളുടെ ഈ കുടിയേറ്റ ജനതയിൽ ഞങ്ങളുടെ ചിരകാല അഭിലാഷമാണ് മൈസൂറും കേരളവും തമ്മിൽ ബന്ധപ്പെടുത്തി, അതായത് ബൈരക്കുപ്പ പഞ്ചായത്തും നമ്മളെ മുള്ളംകൊല്ലി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ നിവാസികൾക്ക് എളുപ്പം മൈസൂർ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനും അതേപോലെ തന്നെ ബൈരക്കുപ്പ പ്രദേശത്തുള്ള കുട്ടികളടക്കമുള്ള കർഷകർക്ക് കേരളത്തിൽ വന്ന് കൃഷി ചെയ്യാനും മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വളരെ ചിരകാലമായിട്ട് ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ബൈരക്കുപ്പ പാലം. അത് ഏകദേശം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രയത്നവും ഉണ്ടാവും. ഞങ്ങൾ ഈ നിൽക്കുന്നവർ ഞങ്ങളെല്ലാവരും തോണിക്കാരാണ്. ഞങ്ങളുടെ തൊഴിൽ പോകും എങ്കിലും ബൈരക്കുപ്പ പാലം വരണമെന്നാണ് ഞങ്ങൾ ഈ കർഷക തൊഴിലാളികളായ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവിധ നിയമ തടസ്സങ്ങളും മാറി ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകണമെന്നും ഈ കാലങ്ങളിൽ ഉണ്ടായതുപോലെ വെറും പ്രഹസനം മാത്രമായി ഇത് മാറരുത്, ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരാനുള്ള ഇച്ഛാശക്തി ഇരു ഗവൺമെൻറ്റുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ ഞങ്ങളുടെ പ്രതീക്ഷ അറ്റുപോകാതെ ഈ പാല യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പെരിക്കല്ലൂർ സെൻറ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് കപ്പുകാലയിൽ ഈ ബൈരക്കുപ്പ പെരിക്കല്ലൂർ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ഗ്രാമപഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെയും കേരള, കർണാടക 2 ഇടങ്ങളിലും ദിവസങ്ങളോളം യാത്രകൾ ചെയ്താണ് അദ്ദേഹം ഇത് ഇത്രയും എത്തിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ MP പ്രിയങ്ക ഗാന്ധിയെ പെരിക്കല്ലൂരിലെത്തിക്കുകയും ബൈരക്കുപ്പ പാലം പണിയേണ്ട സ്ഥലം കാണിച്ചു കൊടുത്ത് നമുക്ക് പാലം നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇതേ തുടർന്ന് നമ്മുടെ കർണാടക, കേരള മന്ത്രിതലത്തിലും മിനിസ്ട്രി തലത്തിലുമെല്ലാം നമുക്ക് ബന്ധപ്പെടുകയും അച്ഛൻ അഹോരാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ പാലം പണി ഇപ്പോൾ ഇവിടെ എത്തിക്കുവാൻ സാധിച്ചത്. അച്ഛന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.